അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഒരു മസാല ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് അതിനായിട്ട് ആദ്യം കുറച്ച് സവാള അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ 2 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. പിന്നെ കറിവേപ്പില അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. വലിയൊരു തക്കാളി ഇടണം, അപ്പോൾ അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. സവാളയും കറിവേപ്പിലയും തക്കാളിയും പിന്നെ പച്ചമുളകും കൂടി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് 3 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിനകത്ത് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് അനുസരിച്ചുള്ള ഉപ്പ് എടുക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ അരിഞ്ഞ വെച്ചെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ അത്. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മിക്സാക്കി വെച്ചതൊക്കെ ഒഴിച്ച് കൊടുക്കാം. നമുക്കൊരു വേഗം വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല ഓംലേറ്റ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ മസാല ഓംലേറ്റ് നല്ല വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.